ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് നമുക്ക് റീസെൻ്റ് ആയിട്ട് റിലീസായ ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC കണ്ടക്ട് ചെയ്യുന്ന വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് എക്സാം ആണ് EPFO. EPFOയിൽ തന്നെ അവർ കണ്ടക്ട് ചെയ്യുന്നൊരു പോസ്റ്റാണ് APFC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന പോസ്റ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ എന്ത് വന്നിട്ടുണ്ട്, ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് സാധാരണ ഇപ്പം ബാക്കിയുള്ള ഇപ്പോൾ RRBJ അങ്ങനെയുള്ള എക്സാംസിനെയൊക്കെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നതുപോലെ തന്നെ ഇതിൻ്റെ എന്ത് വന്നിട്ടുണ്ട്, ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നോക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ബൈ സെലക്ഷൻ ത്രൂ വെബ്സൈറ്റ്. അതായത് ഈ വെബ്സൈറ്റ് വഴി, അതായത് UPSC.online.nic.in അല്ലേ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെച്ചോണേ, 22 ഓഗസ്റ്റ് 2026 മുതൽ 11 സെപ്റ്റംബർ 2026 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അപ്ലൈ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ സാധാരണ നമ്മൾ സിവിൽ സർവീസ് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ UPSCയിലെ സൈറ്റ് ഉണ്ട് അല്ലേ. നമ്മൾ സാധാരണ നമ്മൾ PSC അപ്ലൈ ചെയ്യുന്ന പോലെ ഒരു OTR അല്ലെങ്കിൽ വൺ ടൈം ഒരു രജിസ്ട്രേഷൻ ID ഉണ്ടായിരിക്കും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഡേറ്റ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം. ഇനി നമുക്ക് വേക്കൻസീസിലേക്ക് വരാം. വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വേക്കൻസീസ് പറയുന്നുണ്ട് ഈ ഒരു പോസ്റ്റിന്. ഓക്കെ, അപ്പോൾ 80 വേക്കൻസി പറയുന്നുണ്ട്. അപ്പോൾ ഏതിനാണ്, ഈ പറഞ്ഞ പോലെ തന്നെ APFC അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ ഇത് എൻ്റെ കീഴിൽ വരുന്നതാണ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. രണ്ടാമതായിട്ട് നമുക്കൊന്ന് കാറ്റഗറി വൈസ് ഒന്ന് വേക്കൻസീനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 29 വേക്കൻസിയും, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിൽ 8 വേക്കൻസിയും, OBCയിൽ 18 വേക്കൻസിയും, അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് 15 വേക്കൻസി, ഷെഡ്യൂൾഡ് ട്രൈബ് 10 വേക്കൻസി, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ നോക്കി കഴിഞ്ഞാൽ ലെവൽ 10 ആണ് അല്ലേ. അത്യാവശ്യം അടിപൊളി ഒരു പാക്കേജ് ആണ് അല്ലേ. ലെവൽ 10 പറയുന്നുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് അല്ലേ 35 ഇയേഴ്സ് ആണ് അൺറിസർവ്ഡ് കാറ്റഗറിക്കും അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനും ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക 35 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. ഇനി OBCക്ക് ആണെങ്കിൽ 38 ഇയേഴ്സും, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനാണെങ്കിലോ 40 ഇയേഴ്സുമാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് അറിയണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഷോർട്ട് നോട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്പം വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ പഠിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ എക്സാം പോലെയല്ല APSC എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് അല്ലേ. അപ്പോൾ ആ 2 സ്റ്റേജേ ഉള്ളൂ. സാധാരണ ഇപ്പോൾ നമ്മൾ UPSC സിവിൽ സർവീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് എക്സാം ഉണ്ടായിരിക്കും, ഒരു മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടായിരിക്കും, എന്നിട്ടൊരു ഇൻ്റർവ്യൂ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ആ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കിൻ്റെ വെയിറ്റ് വെച്ചിട്ടായിരിക്കും എന്ത് വരുന്നുണ്ടാവുക, ഒരു ഫൈനൽ ലിസ്റ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ UPSC ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ എക്സാം ഒക്കെ നടക്കും. അതിൽ ഡിലേ കാര്യങ്ങളൊന്നും തന്നെ വരത്തില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം പിന്നെ അത്യാവശ്യം ഒരു ഗ്ലാമറസ് പോസ്റ്റാണെന്ന് പറയാൻ പറ്റും അല്ലേ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് എക്സാമേ ഉള്ളൂ. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. കാര്യം ഡേറ്റ് ഒന്നും എക്സ്റ്റൻഡ് ആവത്തില്ല. അപ്പോൾ ഈ ഓണത്തിനിടയ്ക്ക് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ മിസ്സൗട്ടായി പോകരുത്. കാര്യം ആ ഒരു ഗ്യാപ്പിലാണല്ലോ നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ തിരക്കിനിടയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മിസ്സൗട്ട് ആവരുത്. എല്ലാവരും എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.